ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നത് ഉസ്താദ് പള്ളിയിലല്ലേ? പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ വലിയ വിഷയം, ഞാൻ പല ആളുകളുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഉസ്താദ് ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാന് പിന്നെ പല ആളുകളോടും ചോദിച്ചിട്ട് ഒരു കൃത്യമായ മറുപടി ഇടുന്ന് കിട്ടുന്നില്ല. അപ്പൊ ഉസ്താദാമോ വ്യക്തമായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ വേറെ പിന്നെ ഇതൊന്ന് വെച്ച് ചോദിക്കുകയല്ല, എനിക്ക് ഒരു വിഷയമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹയാത്ത് കാലത്ത് എപ്പോഴെങ്കിലും നിഴലുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു എനിക്ക് അറിയാനുള്ള ഒരു വിഷയം. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ ചോദിച്ചു പഠിച്ചത്? ഇത് പഠിക്കേണ്ട വിഷയമല്ലേ ഉസ്താദെ? അതിന്റെ ശേഷം പറഞ്ഞു കഴിഞ്ഞ ആ കാര്യങ്ങൾ ആദ്യം പഠിക്കണം. അല്ല ഫർളായി ഉസ്താദെ ഞാൻ ആ പള്ളിയിലുള്ള മുറിയാരോട് ചോദിക്കും. ഏത് പള്ളിയിലെ? നിങ്ങളെ പള്ളി ഇപ്പോൾ സ്റ്റാറും ഒന്നും അമർത്തി ഈ ഗാനം നിങ്ങളുടെ ദൈവത്തിനായി സെറ്റ് ചെയ്യൂ. ചാർജുകൾ പാതകം ചെറിയ നമ്മളിപ്പോ ജമ്മു കസറായിട്ട് പിന്നെ നിസ്കരിക്കുന്ന നിസ്കാരത്തില് ഒരു പള്ളിയിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ ഇപ്പൊ മഗ്‌രിബ് ഇശാവും ജമ്മു ചെയ്തിട്ട് പള്ളിയിലെത്തിയ സമയത്ത് അവിടെ ഇശാവിന്റെ ജമാഅത്ത് തുടങ്ങുകയാണെങ്കിൽ ആ ജമാഅത്തിൽ ജമ്മുകാരന് ഇത് ജമ്മു കസർ ആക്കിയ ആൾക്ക് ആ ജമാഅത്ത് പറ്റുമോ? അല്ലെങ്കിൽ അവിടെ പള്ളി നിസ്കരിക്കുക? അല്ല, നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ മഗ്‌രിബ് നമ്മളെ നിസ്കരിക്കാം അവരെ കൂടെ. അപ്പോ നിയത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? അല്ല വേണ്ട. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതിയല്ലേ? പിന്നെ ഇതിന്റെ പിന്നെ അതേ സമയത്ത് മസ്ബൂക്കായിട്ട് അവസാന 2 റക്അത്തിൽ ഇശായിൽ എത്തുന്നെങ്കിൽ അന്നേരം കസറാക്കാൻ പറ്റുമോ? അത് ശരി. ഇതുപോലെ ഒരു ചെറിയ വിഷയം കൂടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴല് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് വിവാദമായതുകൊണ്ട് ഞാനത് നിലനിൽക്കില്ല. എങ്ങനെ? അത് വിവാദം നടക്കുന്ന വിഷയമാണ്. അത് നിങ്ങൾ അത് വിവാദമായതുകൊണ്ട് ഞാനത് നിലനിൽക്കില്ല. എങ്ങനെ? അത് വിവാദം നടക്കുന്ന വിഷയമാണ്. അത് നിങ്ങൾ ബന്ധപ്പെട്ടവർ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് വരിക. അല്ല ഞാൻ ശരി. ഇതുപോലെ ഒരു ചെറിയ വിഷയം കൂടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴല് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് വിവാദമായതുകൊണ്ട് ഞാനത് നിലനിൽക്കില്ല. എങ്ങനെ? അത് വിവാദം നടക്കുന്ന വിഷയമാണ്. അത് നിങ്ങൾ ബന്ധപ്പെട്ടവർ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് വരിക. അല്ല, നമ്മുടെ ഇമാമിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിവാദം ഉണ്ട് ഈ വിഷയത്തില്? അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇമാമിങ്ങൾക്കിടയിൽ